ഹായ് ഫ്രണ്ട്സ്, ഒരു വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കസിൻ്റെ മാരേജാണ്. അപ്പോൾ അതിൻ്റെ സ്മോൾ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ഫേസ് നല്ലതുപോലെ വൃത്തിയാക്കുക. അതിന് ശേഷം ടോണർ വെച്ചിട്ട് നല്ലതുപോലെ അപ്ലൈ ചെയ്യണം. ടോണർ 5 മിനിറ്റ് ഒന്ന് നല്ലപോലെ ഉണങ്ങണം. ഉണങ്ങിയതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നല്ലതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്തിട്ടുണ്ട് എബ്സോർബ് ആവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ അപ്ലൈ ചെയ്യുന്നതാണ് ഈ പോൺസിൻ്റെ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. ജെല്ലൈക്കാണ്, നല്ല മോയ്സ്ചറൈസറാണ്. ഓയിൽ സ്കിൻകാർക്ക് പറ്റിയതാണ് ഇത്. ഞാൻ റെക്കമെൻഡ് ചെയ്യണം, കാരണം അത്യാവശ്യം നല്ലപോലെ ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് 2 ബോട്ടിലായിട്ട് ഇത് യൂസ് ചെയ്തിട്ട് നെക്കിലും അതേപോലെ തന്നെ ഞാൻ ഫേസിൽ അത് നല്ലപോലെ അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം വിറ്റാമിൻ ഇ ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്നിൽ പ്രൊട്ടക്റ്റീവ് ആയിരിക്കും. പക്ഷേ ഇത് 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൈമറാണ് അപ്ലൈ ചെയ്യുന്നത്. ഇൻസൈഡിന് 3-in-1 പ്രൈമറാണ്. നല്ല പ്രൈമർ തന്നെയാണ്. പോസ്റ്റൊക്കെ ബ്ലറാകാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഓയിലാക്കണമെന്നില്ല, മേക്കപ്പിന് അത്രയും ലോങ് ലാസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ ഫേസ് കുറച്ച് കൂടുതൽ വെച്ചാൽ എല്ലാ പോർഷനും അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് ബേസ് നല്ലതുപോലെ സ്മൂത്തായി കിട്ടിയാൽ മാത്രമേ ഫൗണ്ടേഷൻ ഇട്ടിട്ട് അങ്ങനെ ഭയങ്കര പൊടി നിൽക്കണ പോലെ നിൽക്കില്ല. അത് നല്ല സ്മൂത്തായിട്ട് നിൽക്കും. അതിനുശേഷം ഞാൻ പോൺസിൻ്റെ ഏട്ടം ഷുഗർ പോപ്പിൻ്റെ ഫൗണ്ടേഷൻ യൂസ് ചെയ്തു. പക്ഷേ ഞാൻ കൺസീലറും യൂസ് ചെയ്യാണ്. അത് ബ്ലൂ ഹെവൻ്റെ കൺസീലറും യൂസ് ചെയ്യാണ്. കൺസീലർ ഞാൻ കുറച്ച് അപ്ലൈ ചെയ്യുന്നുണ്ട് കണ്ണിൻ്റെ പോർഷനിൽ, കാരണം ഐ ഷാഡോ ഇടുമ്പോൾ ആ പോർഷൻ വൃത്തിയാൻ വേണ്ടി. ഞാൻ ബ്രഷ് കൊണ്ട് വെച്ചിട്ടാണ് എല്ലാം ചെയ്ത് വെച്ചേക്കുന്നത്. കാരണം എനിക്ക് ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലത് തോന്നി. അതിനുശേഷം ഞാൻ ഓൺ കളറിൻ്റെ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്ത ശേഷം ഐ മേക്കപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ലിപ്പ് മേക്കപ്പ് ഞാൻ ചെയ്തിട്ട് പിന്നെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ അതിന് ശേഷം നല്ല കമൻറ്റ്